ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി വിഷമത്തോടു കൂടിയാണ് ശ്രുതിയോട് പറയുന്നത്, ദയവേദി ഈ ജോലി ഉപേക്ഷിക്കരുത്. കാരണം സച്ചിയാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ രേവതിയുടെ മുന്നിൽ ഒരു വിലയില്ലാത്തവളായി മാറും. അതുകൊണ്ട് തന്നെയാണ് സച്ചിയുടെ വാക്കിന് മാത്രം ആ വീട്ടിലെല്ലാവരും വില കൽപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിക്ക് എവിടെയൊക്കെയോ കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, ഈ ജോലി ഞാൻ നന്നായിട്ട് എൻ്റർടൈനായിട്ട് കണ്ടോളാം. മാത്രമല്ല നിൻ്റെ കൂടെ ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഓക്കെയാ. അപ്പോൾ ശ്രുതിക്ക് സമാധാനമാവുകയാണ്. താങ്ക്സ്. അതിനുശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? അങ്ങനെ രണ്ടുപേരും ചേർന്ന് നിന്നിട്ട് അവിടുന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് മുറിയിലെത്തിയ സമയത്ത് ശ്രുതിയുടെ ഫോണിൽ നിന്നും അവളുടെ കുട്ടിക്കാലത്തുള്ള കുറേ ഫോട്ടോസൊക്കെ നോക്കുകയാണ് ശ്രുതി. അതൊക്കെ അവന് ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ തമാശയായിട്ട് പറയുകയാണ്, ഈ വേഷത്തിലൊക്കെ ഇപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു, കാരണം കൊച്ചിലുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവർ തമ്മിലിങ്ങനെ പ്രണയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതി മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അവർ ആ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ രേവതി അറിയാതെ അവിടെ സ്റ്റെക്കായി പോയി. കാരണം സ്വാഭാവികമായിട്ട് അവൾക്ക് കിട്ടാത്ത ആ ഒരു സ്നേഹം കണ്ടപ്പോൾ അവൾ അറിയാതെ നിന്നുപോയതാണ്. ആ സമയത്ത് തന്നെ അവളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്, സച്ചി വന്നിട്ട് അവളെ അടുക്കളയിൽ നിന്ന് ദേഷ്യപ്പെട്ട സമയത്ത് ആ ഒരു കുട എടുത്തിട്ട് അവളുടെ തലക്കടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗമാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അപ്പം അവളുടെ മനസ്സിൽ സങ്കടം നിറയാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ തൻ്റെ ഭർത്താവ് തന്നോട് സ്നേഹത്തോടെ ഒന്നും പെരുമാറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ. അതേസമയം അത് കണ്ടുകൊണ്ടാണ് ചന്ദ്ര കയറി വരുന്നത്. രേവതി അവരുടെ മുറിക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പം ചന്ദ്ര കയറി വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വേഗം അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് മനസ്സിലാവും ശ്രുതിയും തമ്മിൽ മുറിയിൽ വെച്ചിട്ട് ഇങ്ങനെ അടക്കി സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് രേവതി അവിടെ നിന്നതെന്ന്. അതുകൊണ്ട് തന്നെ ചന്ദ്ര ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതി അങ്ങോട്ട് പോയ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മക്കൾ എന്താണ് സംസാരിക്കുന്നതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല അമ്മ, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ചന്ദ്ര പറയാണ്, നിങ്ങൾ രണ്ടുപേരും റൂമിലുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ വാതിലടക്കണം. അപ്പം ശ്രുതി പറയാണ്, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ രഹസ്യ കാര്യമൊന്നും അല്ല. പക്ഷേ എന്നാലും അത് വേണ്ട, നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെയാണല്ലോ കഴിയുന്നത്. അപ്പോൾ അതൊന്നും കിട്ടാതെ ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ രേവതി. അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് സ്നേഹവും സംരക്ഷണവും കരുതലും ഒന്നും കിട്ടുന്നില്ല. അതേസമയം നിങ്ങളിങ്ങനെ സ്നേഹത്തോടെയും പ്രണയത്തോടെയും, നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണല്ലോ, അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കാണുമ്പം രേവതിക്ക് നിങ്ങളോട് അസൂയ വരും. അപ്പോൾ രേവതി അവളുടെ മുറിയുടെ പുറത്ത് നിന്ന് അത് കേൾക്കുന്ന സമയത്ത് അവൾക്ക് ഉള്ളു തേങ്ങുകയാണ്. കാരണം അമ്മ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർക്കുന്ന സമയത്ത്. കാരണം അത്രയും ഒരു നികൃഷ്ട ജീവി എന്ന പോലെയൊക്കെയാണ് രേവതിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിനും മാത്രം ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, എങ്കിലും വാതിലടച്ചിട്ട് സംസാരിച്ചോളൂ എന്നൊരർത്ഥത്തിലാണ് ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് അസൂയയും വിഷമവും തോന്നും. അവളുടെ കണ്ണ് കൊള്ളും നിങ്ങൾക്ക്. അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒത്തിരി സങ്കടമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിന് സച്ചി രേവതി എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ സംസാരിക്കാറ്? ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തോ മറച്ചു വെച്ചെന്നും പറഞ്ഞ് അവൻ പൊട്ടിത്തെറിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് അവൻ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്നു. അത് കാണുമ്പോൾ അവൾക്ക് സഹിക്കുമോ? അവളുടെ ദൃഷ്ടിദോഷം ഏൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൾ ഇവിടെയുള്ളപ്പോൾ മോള് ശ്രദ്ധിക്കണമെന്ന്. ഞാൻ ശ്രദ്ധിച്ചോളാം ആൻറ്റി, ശ്രുതി പറയാണ്. അപ്പോഴേക്കും രേവതിയുടെ കണ്ണ് നിറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം ശ്രുതിയോട് പറയുന്നുണ്ട്, മോള് മുറിയിലേക്ക് ചെല്ല്, ശ്രുതി കാത്തിരിക്കുകയല്ലേ. അപ്പോഴേക്ക് ശ്രുതി മുറിയിലേക്ക് കയറാൻ പോകുമ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ അവൻ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പം ചന്ദ്ര വെറുതെ തമാശയായിട്ട് ചോദിക്കുകയാണ്, അതെന്താടാ കല്യാണം കഴിഞ്ഞപ്പോൾ നീ അമ്മ ഇവിടെ നിൽക്കുന്നത് കാണുന്നില്ല, നിൻ്റെ കണ്ണിൽ ഇപ്പോൾ അമ്മയെ കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി, അയ്യോ അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ വെറുതെ പറഞ്ഞതല്ലേടാ, അമ്മ പോയിട്ട് വന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവർ സ്നേഹത്തോടെ യാത്രയാക്കുകയാണ്. പോകുന്ന സമയത്ത് അവൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്യണേ, നമുക്കൊരു ആൽബം സെറ്റ് ചെയ്യാം. ശ്രുതി പോയതിനു ശേഷം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഏത് ഫോട്ടോസിനെ കുറിച്ച് അവൻ പറഞ്ഞത്? വിവാഹ ഫോട്ടോസാ? അല്ല ആൻറ്റി, കുട്ടിക്കാലത്തെ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ശ്രുതിയെ കാണിച്ചിരുന്നു, അതിനെക്കുറിച്ചാ. ആഹാ, എങ്കിലും എനിക്കും ആ ഫോട്ടോ കാണിച്ചു തരുമോ? പിന്നെന്താ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോവുകയും അവളുടെ മൊബൈലിൽ നിന്ന് അവളുടെ കുട്ടിക്കാലത്ത് ഓരോരോ ഫോട്ടോസൊക്കെ ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കാണുന്ന സമയത്ത് ചന്ദ്ര എന്ത് സുന്ദരിയാന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. പക്ഷെ അതിനിടയിലും ചന്ദ്ര സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നാട്ടിൻ പുറത്ത് നിന്ന് എടുത്ത പോലത്തെ ഫോട്ടോസുകളാണല്ലോ, മോള് മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്? അപ്പം ചന്ദ്ര പെട്ടെന്ന് പറയാണ്, അത് മലേഷ്യയിൽ ആദ്യം പോയ സമയത്ത് ഒരു ഉൾനാട് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഡാഡി ഉണ്ടായിരുന്നത്, അവിടുന്ന് എടുത്തതെന്നൊക്കെ പറഞ്ഞ് പരിങ്ങുകയാണ്. അപ്പം മോളുടെ ഡാഡി വളരെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെ ഇതായിട്ട് വന്നത്, ഇത്രയും വലിയ പണക്കാരനായത് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നുണ്ട്, മലേഷ്യയിലെ ഗ്രാമവും നമ്മുടെ കേരളത്തിലെ ഗ്രാമവും ഒക്കെ ഒരുപോലെയാണല്ലേ? അതെ, ശ്രുതി പറ്റിക്കുകയാണ്. നിൻ്റെ അച്ഛൻ്റെ പിണക്കൊക്കെ മാറട്ടെ മോളെ, എനിക്കും പോകണം മലേഷ്യയിൽ.
ശ്രുതി ശരിക്കും പരുങ്ങലുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം പറയുന്നത് മൊത്തം കള്ളാണെന്നുള്ളത് അവൾക്കറിയാം. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെ ഫോട്ടോസൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ശ്രുതി അവർ കേൾക്കാൻ വേണ്ടി പറയാണ്, ആ ഫോട്ടോസൊക്കെ ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞു. എന്ത് ദേഷ്യം മോൾക്ക്, ഇങ്ങനെയൊന്നും ദേഷ്യം പാടില്ല കേട്ടോ, മോളുടെ അച്ഛനല്ലേ എന്നൊക്കെ ചന്ദ്ര ആശ്വസിപ്പിക്കുകയാണ്. എല്ലാം ശരിയാവും മോളെ, മോള് കണ്ടോ എന്നൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും അടുത്തടുത്ത ഫോട്ടോസ് നോക്കണം. അപ്പോൾ ഒന്നിൽ ഭരതനാട്യത്തിൻ്റെ ഒരു ഫോട്ടോ കാണുകയാണ്. ആ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോള് ഭരതനാട്യം കളിക്കുമെന്ന്. അപ്പം ഞാൻ ചെറുതിലെ നൃത്തം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ചന്ദ്രയും അതുപോലെ തന്നെ ഭരതനാട്യം പഠിച്ചതാണെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പ്രാക്ടീസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനതൊക്കെ മറന്നു എന്നൊക്കെ ചന്ദ്ര പറയുകയാണ്. എന്നോ ചെയ്തതല്ലേ, കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അതൊന്നും മുന്നോട്ട് നോക്കാറേ ഇല്ല, അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഓർമ്മ കൂടിയില്ല. ഇപ്പോൾ ഇവിടെ എൻ്റെ ആട്ടം മോള് കാണുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ്. എൻ്റെ അരങ്ങേറ്റമൊക്കെ ചെറുപ്പത്തിലേ കഴിഞ്ഞിരുന്നു, അതിനുശേഷം എത്ര സ്റ്റേജിൽ ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ടെന്നറിയോ. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ഞാനും ഒരുപാട് സ്റ്റേജുകളിൽ നൃത്തം ചെയ്തിട്ടുണ്ട്, എത്രയെത്ര കോമ്പറ്റീഷനുകൾ പങ്കെടുത്തു, എത്രയെത്ര സമ്മാനങ്ങൾ നേടി. ചന്ദ്ര അഭിമാനത്തോടു കൂടി പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തുകൂടെ എന്നൊക്കെ. അപ്പോൾ ചന്ദ്ര ആദ്യമൊക്കെ കുറേ വേണ്ടാന്നൊക്കെ പറയാണ്. പക്ഷേ ശ്രുതി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ പിന്നെ അവരതിന് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് നൃത്തം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. ഹാളിലേക്ക് എത്തിയ സമയത്ത് അവിടെ സോഫയും അതുപോലെ തന്നെ ചാരുകസേരയും ടീപ്പോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാനിതൊന്ന് മാറ്റിയിടട്ടെ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയാണ്, മോളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, രേവതി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുകയാണ്. അപ്പോൾ രേവതി വന്ന സമയത്ത് രേവതിയോട് പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നീക്കിയിടാൻ വേണ്ടിയിട്ട്. കാര്യം പോലും രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ രേവതി നീക്കുന്ന സമയത്തൊക്കെ അവർ വഴക്ക് പറയുകയാണ്, നിനക്കെന്താ ഭക്ഷണം നല്ലോണം കഴിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും തള്ളാനുള്ള ആരോഗ്യം പോലും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ്. രേവതി ഒരു പരിഭവം പറയാതെ ഒക്കെ ചെയ്ത് നീക്കി അവിടുന്ന് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് പോലും അവൾക്കറിയില്ല. അവസാനം സോഫയും ഒക്കെ മാറ്റിയതിന് ശേഷം രേവതിയോട് പറയുകയാണ്, ഇനി താഴത്തേക്ക് പോയിക്കോ, ഇത് നോക്കി നിൽക്കേണ്ട, അടുക്കളയിലേക്ക് പോയിക്കോ, ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി കുറേ കുറ്റം പറയുകയാണ്. പക്ഷേ രേവതിയാണെങ്കിൽ ഒരക്ഷരം പോലും മറുത്ത് പറയാതെ തിരിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. രേവതി താഴെത്തി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും നൃത്തത്തിൻ്റെ സോങ്ങൊക്കെ മൊബൈലിൽ വെച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണാനുള്ള കൗതുകം കൊണ്ട് തന്നെ രേവതി അറിയാതെ മുകളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ രണ്ടുപേരും ഒരുപാട് നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ചന്ദ്രയാണെങ്കിലും ശ്രുതിയാണെങ്കിലും അതൊക്കെ ചിരിച്ചുകൊണ്ടാണ് രേവതിയെ നോക്കി നിൽക്കുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട്. അങ്ങനെ നൃത്തത്തിനിടയിൽ ചന്ദ്രയ്ക്ക് പെട്ടെന്ന് തളർച്ചയൊക്കെ തോന്നുകയാണ്, കാരണം അത്രയും മെയ്വഴക്കത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ശ്രുതിയാണെങ്കിൽ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്, കാരണം ഈ ഒരു സമയത്ത് തന്നെ അമ്മ ഇത്രയും നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എന്ത് നല്ല ടാലൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയാണ്. പെട്ടെന്നാണ് ചന്ദ്ര കാണുന്നത് രേവതി നോക്കി നിൽക്കുന്നത്. എന്താടി എന്നൊക്കെ നോക്കുന്ന സമയത്ത് രേവതി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ നന്നായിട്ട് നൃത്തം ചെയ്യുന്നു. അതെനിക്കറിയാം, നിൻ്റെ അവാർഡ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയാണ്. പോയിട്ട് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് വന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഓറഞ്ച് ഇല്ലേ ഇവിടെ അമ്മയെന്ന് പറയും. അപ്പം എങ്കിൽ പിന്നെ ചായ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് വാ പോയിക്കെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പം അവിടെ ചന്ദ്ര തളർന്നിരിക്കുന്നിടത്ത് ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, വാ നമുക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം, ഇനി വേണോ മോളെ എന്നൊക്കെ പറയുമ്പം വേണം മടിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് രണ്ടുപേരും വീണ്ടും ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അത് കണ്ടുകൊണ്ട് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവിയും കൗതുകത്തോടു കൂടിയാണ് ചന്ദ്ര നൃത്തം ചെയ്യുന്ന നോക്കി നിൽക്കുന്നത്. അപ്പം ശ്രുതിയാണ് ആദ്യം തന്നെ രവിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി നൃത്തം നിർത്തിയിട്ട് അച്ഛനെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്ര ഇതൊന്നും അറിയാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് രവിയെ കണ്ട സമയത്ത് ചന്ദ്ര മാറാളെ തുടക്കുന്ന പോലെ ഇവിടെയൊക്കെ പൊടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രവി അരികിലെത്തിയ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ ആൻറ്റി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആണോ, എനിക്കിത് അറിയില്ലായിരുന്നു ശ്രുതി, ഇപ്പോഴാണ് ഞാനിത് കണ്ടത്. ആൻറ്റി മൾട്ടി ടാലൻറ്റഡാ, സൂപ്പർ പെർഫോമൻസറാ. അപ്പോൾ ചന്ദ്ര സന്തോഷത്തോടു കൂടി ശ്രുതിയോട് പറയാണ്, വീട്ടിൽ വന്നിട്ട് ദിവസങ്ങളെ ആയുള്ളൂ, അപ്പോഴേക്കും നീ എൻ്റെ ഉള്ളിലുള്ള കഴിവ് കണ്ടുപിടിച്ചു. പക്ഷേ ഇത്രയും വർഷം കൂടെ നിന്നിട്ടും ഇങ്ങേർക്കത് അറിയില്ല. അപ്പോൾ ശ്രുതിയും സന്തോഷത്തോടെ പറയാണ്, അങ്കിൾ ആൻറ്റിയുടെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആൻറ്റി അറിയപ്പെടുന്നൊരു നർത്തകിയായേനെ. ആൻറ്റിയുടെ ഈ ടാലൻറ്റ് അങ്കിൾ അറിയാതെ പോയല്ലോ, കഷ്ടമായിപ്പോയി എന്നൊക്കെ ശ്രുതി സങ്കടത്തോടെ പറയാണ്. അപ്പോൾ രവി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് അങ്കിളിന് ഈ ഒരു കഴിവുള്ളത് അങ്കിളിന് അറിയില്ലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇവളുടെ നാവാടുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കേട്ട സമയത്ത് ചന്ദ്ര ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിനോട് എന്തിനാ ശ്രുതി സംസാരിക്കുന്നത്? ഡാൻസിൻ്റെ ABCD അറിയോ നിങ്ങൾക്ക്? ജതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ രവിയേട്ടനെ? അയാളൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ചന്ദ്ര തന്നെ കളിയാക്കാണ്. എന്ത് ജതി? ജതി എന്താണെന്ന് ചോദിച്ചാൽ ജാതി എന്താണെന്ന് പറയും. ആകെ അറിയും ബസ് ഓടിക്കാൻ. എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബസ്സിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉറക്കം വരില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിനക്കത് വെറും ഒരു ബസ്സിൻ്റെ ശബ്ദമായിരിക്കും, പക്ഷേ എനിക്കതിലൂടെ ഒരുപാട് കേൾക്കാൻ കഴിയും ചന്ദ്ര. എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്കറിയാൻ പാടില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാത്തിനോടും നിനക്ക് പുച്ഛ, അതിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. അത് മനുഷ്യരായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ. അപ്പോഴേക്കും രേവതി ചായയും കൊണ്ട് വന്നിട്ട് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കും ചായ കൊടുക്കുകയാണ്. അവരുടെ തർക്കം അവസാനിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ ആൻറ്റി കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേജിൽ ആടാൻ പറ്റും. പിന്നെ ആടാൻ പറ്റും, പക്ഷേ കാണാൻ ആളുണ്ടാവരുത്. രവി കളിയാക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തോടെ നോക്കുമ്പോൾ രവി പറയുന്നുണ്ട്, കൂവൽ കേൾക്കില്ലല്ലോ എൻ്റെ പൊന്നു ചന്ദ്രേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. കേട്ടല്ലോ ശ്രുതി, എൻ്റെ പ്രതിഭ എങ്ങനെ ഉറങ്ങിപ്പോയതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ?
നീ വാ, ചായ കുടിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും വിളിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പം രേവതി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛന് ചായ എടുക്കട്ടെ എന്ന്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, വേണ്ട, ഞാനിപ്പോൾ പുറത്തുനിന്ന് കുടിച്ചതാണ്. മോള് അമ്മയുടെ ആട്ടം കണ്ടില്ലേ? അതെ, നടുവൊടിഞ്ഞിട്ട് വല്ല ഹോസ്പിറ്റലിലും കിടക്കുമ്പോഴേ പഠിക്കൂ. അയാൾ ചന്ദ്രയെ പരിഹസിക്കുകയാണ്. രേവതി അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അതേസമയം വർക്ക്ഷോപ്പിലാണ് വർഷയുടെ വണ്ടി ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴൊന്നും റിപ്പയർ ആയി കിട്ടില്ല എന്നുള്ളൊരു ടെൻഷനിലാണ് അവളുള്ളത്. അവസാനം സമയം വൈകുന്നെന്ന് കാണുന്ന സമയത്ത് അവൾ ശ്രീയെ കോൾ ചെയ്യുകയാണ്. അവൻ എടുത്തപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, നീയിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പുറത്താണ് ഉള്ളത്, റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നേ ഉള്ളൂ, നിനക്ക് നേരത്തെ വിശന്നോ? ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല വിളിച്ചത്, നീ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാൻ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്ത് എൻ്റെ വണ്ടിക്ക് ചെറിയായിട്ടൊരു പണി വന്നു, ഇവിടെയാണെങ്കിൽ ഒരുപാട് നേരമായി ടൈം പോകുന്നു, എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തണമെന്നുണ്ടായിരുന്നു, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, അവിടെ എത്തിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് സമ്മതിക്കുകയാണ്. അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുത്ത പ്രകാരം അവൾ നിൽക്കുന്നിടത്തേക്ക് അവൻ വരുന്നുണ്ട്. ശ്രീ അടുത്തെത്തിയതും വർഷയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. അപ്പം അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടായോ, റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ലേറ്റ് ആവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീ തമാശയായിട്ട് പറയാണ്, എനിക്ക് റെസ്റ്റോറൻറ്റിനേക്കാളും കസ്റ്റമറാണ് മുഖ്യം. അപ്പം അവൾ സന്തോഷത്തോടെ പറയാണ്, എങ്കിലും ഞാൻ വിളിച്ചപ്പോൾ തന്നെ നീ വന്നല്ലോ, ഇങ്ങനെ ഏത് പെണ്ണ് വിളിച്ചാലും നീ പോവോ? അപ്പോൾ ശ്രീയും പറയാണ്, പോവും, ഒരു പ്രോബ്ലത്തിൽ ആര് പെട്ടാലും ഞാൻ ചെന്ന് ഹെൽപ്പ് ചെയ്യും. ആര് പെട്ടാലും ഹെൽപ്പ് ചെയ്യോ അതോ പെൺകുട്ടികൾ പെട്ടാൽ മാത്രമാണോ ഹെൽപ്പ് ചെയ്യുള്ളൂ? അപ്പോൾ ശ്രീയും തമാശയാക്കാണ്, സുന്ദരികളായ പെൺകുട്ടികൾ വിളിച്ചാൽ കുറച്ച് നെർവസ് ആവും, വേഗം ചെല്ലും. അപ്പം വർഷ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പം ഞാൻ സുന്ദരിയാണല്ലേ, അതാണോ വേഗം വന്നേ? അങ്ങനെ എല്ലാ സുന്ദരിമാരും വിളിച്ചാലും വേഗം പോണ്ട കേട്ടോ, എല്ലാ സുന്ദരിമാരും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ, പാവാണെന്ന് കരുതി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാ. അല്ല, നിനക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ലേ വിളിക്കാൻ വേണ്ടി? അതല്ല, എല്ലാവരെയും വിളിച്ചിട്ട് ആരും ഹെൽപ്പിന് വരാഞ്ഞപ്പോൾ ലാസ്റ്റ് എന്നെ വിളിച്ചതാണോ എന്ന് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട്സ് ആരുമില്ല, ഞാൻ വിളിക്കുന്ന ഒരേ ഒരു നമ്പർ ഇപ്പോൾ താൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.